പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാം തുറന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യത. ആര്യങ്കോട്, കാട്ടാക്കട, മാറനല്ലൂർ, മാരയാമുട്ടം, നെയ്യാറ്റിൻകര, കാഞ്ഞിരംകുളം, പാറശാല, പൊഴിയൂർ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം പൂജപ്പുരയിൽ ഹോട്ടൽ ജീവനക്കാർക്ക് യുവാക്കളുടെ മർദ്ദനം. സംഘർഷത്തിൽ കലാശിച്ചത് മെനു കാർഡിനെ ചൊല്ലിയുള്ള തർക്കം. വിളപ്പിൽശാല സ്വദേശികളായ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. കോട്ടയം വലവൂർ ബാങ്ക് ഭരണസമിതി അംഗത്തിനെതിരെ വധഭീഷണി. വായ്പയ്ക്കായി ഈട് നൽകിയ സ്ഥലത്തെ തടി വെട്ടിക്കടത്താൻ ശ്രമിച്ച നടപടി തടഞ്ഞതിനെ തുടർന്നാണ് ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും ഉടമ ഭീഷണിപ്പെടുത്തിയത്. അധികൃതർ പാലാ പോലീസിന്റെ സഹായം തേടി. ഇൻസ്റ്റഗ്രാം വഴി വിദ്വേഷ പ്രചാരണം നടത്തിയ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അഭിജയ് ആണ് പിടിയിലായത്. കാരാടി ജുമാ മസ്ജിദിൽ അതിക്രമിച്ചു കയറിയ പ്രതി വിദ്വേഷ പരാമർശങ്ങൾ നടത്തി വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ പെരുമ്പുഴയിലെ കലുങ്കിന് മുകളിലെ പാലം പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തം. പാലം തകർന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും പുതുക്കി പണിയാത്തതിൽ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകൻ വെങ്കിടങ്ങ് സ്വദേശി KR ജോർജ് ഏകാംഗ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. സത്യാഗ്രഹത്തിന് പിന്തുണയുമായി നാട്ടുകാരും രംഗത്ത്. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ മലപ്പുറം ഇളിമ്പിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും PTA നേതൃത്വത്തിൽ ആദരിച്ചു. 250 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 38 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AP സബാഹ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെങ്കിടങ്ങ് കണ്ണോത്ത് സൽ സബീൻ മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പരിപാടി അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹ്സിൻ പാടൂർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൊല്ലം ശൂരനാട് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും തൊഴിലുറപ്പ് തൊഴിലാളിയെയും ആദരിച്ചു. KCT ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം MLA കോവൂർ കുഞ്ഞുമോൻ നിർവഹിച്ചു. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് E കാസിമിന്റെ 6ാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. CPIM ശൂരനാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങുകൾക്ക് ഏരിയ സെക്രട്ടറി PV സത്യദേവൻ നേതൃത്വം നൽകി. വനിതാ പൊതുപ്രവർത്തകരുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് അശ്ലീല ചുവയോടെ പ്രചരിപ്പിച്ച DYFI നേതാവ് അൻവർ ഷായെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. നിയുക്ത MP കങ്കണയെ മർദ്ദിച്ച CISF ഉദ്യോഗസ്ഥയ്ക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് തമിഴ് സംഘടന. കുൽവീന്ദർ കൗറിനാണ് DTPക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചത്. പെരിയാർ രാമസ്വാമി നായ്ക്കരുടെ ചിത്രം പതിച്ച സ്വർണ്ണമോതിരവും പെരിയാറിന്റെ പുസ്തകവും സമ്മാനമായി നൽകും.